ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സദ്യ സ്പെഷ്യൽ അവിയൽ. അപ്പോൾ അവിയൽ നമ്മുടെ ഊണിന് ദിവസവും അവിയൽ ഉൾപ്പെടുത്തുമെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. എല്ലാ വെജിറ്റബിൾസും ചേരുന്നതുകൊണ്ട് അവിയൽ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പച്ചക്കറികളൊക്കെയാണ് അവിയൽ ഉണ്ടാക്കാനായി എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം വെള്ളരിക്ക, പടവലങ്ങ, ഒരു വാഴയ്ക്ക, പിന്നെ ഒരു ക്യാരറ്റ്, കുറച്ച് അമരയ്ക്ക, ഒരു 2 ടൊമാറ്റോ, ഒരു ബ്രിഞ്ചോൾ, പിന്നെ ഒരു 2 മുരിങ്ങയ്ക്ക. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു എരിവില്ലാത്ത പച്ചമുളകും 2 സാധാരണ എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. ചേന അരിയുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. കയ്യിൽ ഒരല്പം എണ്ണ തൊട്ടതിന് ശേഷം ചേന അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ ഈ വെള്ളരിക്ക ഇതൊക്കെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തു. എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തു. ഈ വാഴയ്ക്കയും കത്തിരിക്കയും നമ്മൾ മോര് വെള്ളത്തിലോ നാരങ്ങ നീരൊഴിച്ച വെള്ളത്തിലോ ഒന്ന് ഇട്ട് വയ്ക്കണം. അത് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ക്യാരറ്റും പച്ചമുളകും നമ്മൾ കഴുകിയത് കൊണ്ട് ഇനി കഴുകണ്ട. ബാക്കിയെല്ലാം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കഴുകി എടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞെടുത്തു. അത് ഞാൻ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തു. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ലപോലെ ചട്ടിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. നമുക്ക് അടിക്കൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ പോലെ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു പാത്രം നമ്മൾ അരിഞ്ഞെടുത്ത ആ പച്ചക്കറികളെല്ലാം തന്നെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ടൊമാറ്റോ ഞാൻ ഇട്ടിട്ടില്ല. ഇത് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ചേന ചേർത്തത് കൊണ്ട് നമ്മൾ ഉടനെ പുളിയുള്ള ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും വേവില്ല, ചേന വേവില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് തിളച്ചതിന് ശേഷം പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ടൊമാറ്റോയും പിന്നെ ചേർക്കാം. ഉപ്പും അതുപോലെ കുറച്ച് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കും. ഇതിവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയുമൊക്കെ ചേർത്ത് കൊടുക്കാം. അത് തിളച്ചതിന് ശേഷം ഉപ്പും പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി കൂടെ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ 2 ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്ന് തൈര് ചേർത്തല്ല വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പുളിയും ടൊമാറ്റോയും ചേർത്തത്. നമുക്ക് തൈരാണ് ചേർക്കുന്നതെങ്കിൽ പുളിയുടെ ആവശ്യമില്ല.
തൈര് മാത്രം മതിയാകും. ഇനി അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഈ വെള്ളം കൂടെ കുറച്ചുകൂടെ ഒന്ന് വറ്റണം. അപ്പോൾ ഇനി അവിയലിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ മുഴുവനും ചിരകി എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയാണെങ്കിൽ പകുതി മതി. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിലിട്ട് ചെറുതായി ഒന്ന് ചതച്ച് എടുക്കാം. വെളുത്തുള്ളി കഴിക്കുന്നുള്ളവർക്ക് ഇപ്പോൾ നമുക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വെളുത്തുള്ളി കഴിക്കാത്തവർക്ക് ഈ ജീരകവും പച്ചമുളകും മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു. ഞാനിപ്പോൾ അരച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി നമ്മൾ കൂട്ടുമായിട്ടെല്ലാം യോജിപ്പിച്ച് എടുത്തു. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം പാകത്തിന് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അല്പം ഉപ്പ് കുറവായിരുന്നു, ഞാൻ ചേർത്ത് കൊടുത്തു. കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കണം, നല്ലപോലെ കുറച്ച് വയ്ക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഇങ്ങനെ നല്ല തിളച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഉടനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡിയായി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.